ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോഴേ നമുക്കിന്ന് പുതിയൊരു വീഡിയോയിലേക്ക് പോയാലോ? ഇത് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം വലിയ മുൻകൂട്ടി കരുതി ഒന്നും ഉള്ള വീഡിയോകളൊന്നുമല്ല. അപ്പോൾ എണ്ണീറ്റ് വരുമ്പോഴോർക്കും ഇന്നൊരു വീഡിയോ എടുത്താലോ, അങ്ങനെ ചെയ്യുന്നതാണ് ഓരോ ദിവസത്തെയും വീഡിയോ. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? എൻ്റെ വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടുതലായിട്ടൊന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താനില്ല ഒന്നും. അപ്പോഴേ ഞാൻ ഈ മഴ സമയത്ത് എന്താ പുറത്തെങ്ങും പോകുന്നില്ലല്ലോ. നമ്മുടെ വീടിൻ്റെ അകത്തിരുന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോഴേ ഈ പാത്രത്തിൽ ഇന്നലെ ഞാൻ രാവിലത്തേക്ക് വേണ്ടി കറി തയ്യാറാക്കാനായിട്ട് കുറച്ച് കടല കുതിർത്തിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകി അടുപ്പിലോട്ടിടാം. അതിന് മുമ്പായിട്ട് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കട്ടെ. അപ്പോഴേ പാലെടുത്തോളൂ, പുറത്ത് വയ്ക്കാം. ഇപ്പോഴേ അടുപ്പിൽ വെച്ച് ചായയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടി. അങ്ങനെ വെറും കാലി ചായയൊക്കെ കുടിച്ച് അതിനുശേഷം കടലക്കറിക്ക് വേണ്ടി ഞാൻ വേവിക്കാൻ വെച്ച കടലയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് വേണ്ടി സവാളയും കൊച്ചുള്ളി എടുത്തിട്ടില്ല, സവാളയാണ് എടുത്തത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇവയെല്ലാം കൂടെ എടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒക്കെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തു. ഇപ്പോഴേ പുട്ടുപൊടി എടുക്കുകയാണ്, വറുത്ത പുട്ടുപൊടിയാണ്. ഒരു കപ്പ് തികച്ചില്ല, എങ്കിലും സ്വല്പം കൂടെ വേണം ഒരു കപ്പിന്. എത്രയും മതിയാകും, 2 കുറ്റിപ്പുട്ട് മതി. ഇപ്പോഴേ ഉപ്പും വെളിച്ചെണ്ണയും കൂടെ വെള്ളവും കൂടെ വെച്ച് തിളപ്പിക്കുന്നുണ്ട്. വെള്ളം തിളച്ചിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കുകയല്ല, പുട്ടുപൊടിക്ക് ഒന്ന് നനച്ചെടുക്കാം. ആ പൊടിക്ക് അനുസരിച്ച് തന്നെ ഞാൻ വെള്ളവും എടുത്തു. പതുക്കെ ഒന്ന് നനച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം, സ്വല്പം വെള്ളം ഒഴിച്ചു. ഇതിവിടെ നിന്നൊന്ന് ചെറുതായിട്ടൊന്ന് ആറട്ടെ, അല്ലാതെ നമുക്ക് കൈയിട്ട് ഇതെടുക്കാനൊക്കത്തില്ലല്ലോ. കുഴപ്പമില്ല. പുട്ടുപൊടിക്ക് ഞാൻ അങ്ങ് നനച്ചെടുക്കുകയാണ്. വെള്ളം വേണം. ഇപ്പോഴേ കറി തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റി മസാല എല്ലാം ഇട്ട് നമുക്ക് കടലക്കറി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോഴേ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇവിടെ കുറ്റിയിൽ ഞാൻ പൊടിയിട്ട് നിറച്ചിട്ടുണ്ട്. ഇത് വേഗട്ടെ. കടലക്കറിയൊക്കെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ തിളച്ചൊന്ന് വറ്റി കുറുകണം. അപ്പോഴേ വാങ്ങി വയ്ക്കാം. ഇപ്പോഴേ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ബാക്കി പണിയിലേക്ക് പോവുകയാണ്. നമ്മുടെ അടുപ്പിലോട്ടൊക്കെ തീ കത്തിച്ച് കൊടുക്കുവാണേ. അപ്പോഴേ ഇന്ന് കഞ്ഞിയായിട്ടാണ് വയ്ക്കുന്നത്. ഇന്ന് പിന്നെ ഈ മഴ സമയമായിട്ട് ചോറ് കഴിക്കാനൊരു മൂടില്ല. അപ്പോൾ ഇന്ന് കഞ്ഞിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചോറായിട്ട് ഊറ്റിയെടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഈ തീ ഒന്ന് കത്തിച്ച് പിടിപ്പിക്കുന്നത് വലിയൊരു പാടായിട്ട് മാറിയേക്കുവാണ്. അപ്പോൾ ഇത് കഞ്ഞി അടുപ്പയിലിട്ടിട്ട് വേണം എനിക്ക് കുറച്ച് തുണി ഉണ്ട് അലക്കാൻ.
അപ്പോൾ ഞാനത് അലക്കാന കൊണ്ട് കയറി പോവുകയാണ്. അപ്പോഴേ അരിയൊക്കെ അടുപ്പയിലോട്ടിട്ടു. എവിടെ അവിടെ ഒരു കുഞ്ഞൊരുത്തി നിന്ന് തൂപോവാനൊക്കെ ചെയ്യുന്നുണ്ട്. അവിടുത്തെ കൊച്ചു തന്നെ, അവിടുത്തെ കൊച്ചു തന്നെ ആയിരിക്കും. സോനയായിരുന്നോ? സോനു ഞാൻ എന്റെ മറ്റേ ഇതെന്ത് കത്രിക ഇറക്കം കുറയ്ക്കണോ? ഇറക്കം കുറയ്ക്കണോ? ഇടയ്ക്കൂടെ ടക്ക് പോലെ കാണിച്ചേര്. ടക്ക് പോലെ അടിക്കാക്കത്തില്ല. ഇതിന്റെ താഴ്വശം വെട്ടിക്കളയാം. വെട്ടിക്കളഞ്ഞിട്ട് തയ്ക്കും. താഴെ വരെയും കിടക്കുമല്ലേ. ഭൂമി കൂടെ കിടന്ന് വലിയ മടക്കി കൊത്തിക്കൊണ്ട് നടക്കുകയല്ലേ. അവിടെ ഇരിക്കുന്ന പച്ചപ്പാവോടെ പച്ചസാരി കുട്ടി എടുത്തു കൊടുത്തു കാട് വരെ ചെല്ലാനുണ്ട്. എനിക്ക് വേണ്ട പച്ചസാരിക്ക്. പച്ചസാരിക്ക് പച്ചപ്പാവട കഴുത്ത് കുഴപ്പമില്ല. കഴുത്ത് കണ്ടങ്ങനെ മുടക്കുവാണ്. കഴുത്ത് കുഴപ്പമാണ് പരിക്കാനായി. അത് ഈ പുറകോടുള്ള നരമ്പിൻ്റെ ഇവിടെ ഇങ്ങനെയുള്ള നരമ്പിൻ്റെ കഴുത്തേലോട്ട് തോടയിലോട്ട് നരമ്പ് സെറ്റ് ചെയ്യുവാനായിട്ട് പറഞ്ഞതാണ്. ഞാൻ പറയും മതി മതി എനിക്ക് വേദന എടുക്കുന്ന തലയിലോട്ടുള്ള നരമ്പ് സെറ്റ് ചെയ്യുക. ഡോക്ടർ പറഞ്ഞു തലയിലോട്ടുള്ള നരമ്പ് സെറ്റ് ചെയ്യുക. ഓക്സിജൻ പോകുന്നില്ല. ഓക്സിജൻ പോയാൽ നരമ്പ് സെറ്റ് ചെയ്യുക. എനിക്ക് വയ്യ. ഡോക്ടർ പഠിക്കുകയായിരുന്നു അമ്മയുടെ ശരീരം. അമ്മയുടെ ശരീരത്തെ പഠിക്കുകയായിരുന്നു ഡോക്ടർ. ഡോക്ടർ ശരീരം അമ്മയുടെ ശരീരത്തെ പഠിക്കുകയായിരുന്നു അന്ന് ഡോക്ടർ. അതെങ്കിൽ ഇവിടെ എടുത്തേച്ച് നിന്റെ വെച്ചില്ലേ രണ്ടാമത് വെച്ചപ്പോഴേ എനിക്കറിയത്തില്ല. ICUയിലൊക്കെ എന്തൊക്കെയാ പരിപാടി വെളിയിലിരിക്കുന്നവർക്ക് എങ്ങനെ അറിയാം? ഓപ്പറേഷൻ തിയേറ്ററിൽ നിങ്ങൾ ചൂടെടുക്കുന്നോ? ആവിയുണ്ട്. അമ്മ എണ്ണീറ്റാ ഫാനുണ്ട്. അന്തരീക്ഷത്തിന് ഭയങ്കര മാറ്റമാണ്. ഇപ്പൊ ഈ ചൂടില്ല. ഇപ്പൊ ഈ കോട് എനിക്ക് ചൂടെടുക്കുന്നുണ്ട്. ആവി എടുക്കുന്നുണ്ട്. എല്ലാ ജനലും പൊടി പോയി കുളിക്കേ. എല്ലാ ജനലും പൊടി മിക്കവാറും കേട്ടോ, പോയി കുളിക്ക്. ഈ ഇരിക്കുന്ന സമയം കൊണ്ട് പോയി കുളിക്കേ. ഞാൻ പാവാട ഇവിടെ അടിച്ചിട്ടേക്കാം. പോയി കുളിച്ചോളാൻ. കഞ്ഞിയുടെ തീ എൻ്റെ കൂടെ വന്ന് കാണും. ഞാനൊരു ചിരട്ടയൊക്കെ അടുപ്പിലോട്ട് വെച്ചിട്ടാണ് വന്നത്. കഞ്ഞിയുടെ തീ ഇപ്പം എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഞാനൊരു ചിരട്ട അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കത്തി എരിഞ്ഞോ ഇല്ലയോ.
എടുത്തിട്ടാണ് പോക പോകുന്നേ. ആ ചിരട്ട അടുപ്പി വെച്ചായിരുന്നു. ഇത് കത്തി എരിവായിരിക്കും. എന്നാ നോക്കിക്കേ, നോക്കിക്കേ. ഇനി ഒരു നല്ലൊരു മീനായി പോണ്ട. അയ്യത്തൊക്കെ പോയപ്പോ ചെല്ലോക്കെ ഇടാം. ഇപ്പൊ ഇറക്കം കുറഞ്ഞു. ഇപ്പൊ ഇറക്കം കുറഞ്ഞു. ആ നോക്കിക്കേ. ഇതിപ്പോ ഇടണേ, വെയിലത്തോട്ട് ഇടട്ടെ. ഇപ്പൊ ഞാൻ പോയി തുണി നനയ്ക്കാൻ പോവാ. എന്റെ ചെരുപ്പല്ലേ അതൊക്കെ അടിച്ച് കളഞ്ഞതിന്റെ ബാലൻസ് കിടക്കും. എൻ്റെ അമ്മേ. അപ്പൊ ഞാൻ തുണി നനയ്ക്കാൻ പോവാ. ഇത്ര നേരം കൊണ്ട് തുണി നനയ്ക്കാൻ പോവാന്ന് പറഞ്ഞു. ഇനി കുട്ടും പാട്ടുമായിട്ട് വരണം തുണി നനയ്ക്കാൻ. എൻ്റെ അമ്മേ. നല്ല വെയിലുണ്ട്. ഇപ്പം ഇവിടോട്ട് വിരിച്ചിടാം ഇനി. ഇങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ടു. ഇനി വീട്ടിലോട്ടിറങ്ങി പോവുകയാണ്. ഭക്ഷണമൊക്കെ തയ്യാറാക്കണ്ടേ. കഞ്ഞി അടുപ്പയിലിട്ടിട്ടാണ് പോകുന്നത്. തീയൊക്കെ എൻ്റെ കൂടെ പോകുന്ന കാണും. അതാണ് പതിവും. ഇവിടെ ഇപ്പം നല്ല ചൂടും വെയിലുമാണ്. ഇപ്പോഴേ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ല. നല്ല മഴക്കോളും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മഴ മാത്താൻ കയറി വരുന്നുണ്ട്. ഉണ്ടില്ലേ? പക്ഷേ ഇപ്പം നല്ല നീലാകാശമാണ്. പക്ഷെ മഴക്കോളുമുണ്ട്. വെള്ളം കോരി കളയണമല്ലോ ഇനി. വാ വാ വാ. വരാന വരാന. ചുമല മീനുണ്ടായിരുന്നല്ലോ അമ്മ, ഇപ്പം കാണുന്നില്ലല്ലോ. ഇത്തിരി ചുമല ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം അടിയിലാണോ? എടി ആ നീല മീൻ, നീല പച്ചയുണ്ട്. പച്ച പച്ച പച്ച. അയ്യോ. ഇപ്പോഴേ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.
അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു. ഇനി കുറച്ച് നെത്തോലി മീനുണ്ട്, അത് ഒന്ന് വെട്ടി എടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ പറിച്ച് അങ്ങ് ഇടാം. അപ്പോൾ അതൊരു മെനക്കെട്ട പണിയാണിത്. പിന്നെ വാല് കണ്ടിക്കാം. അപ്പോഴേ വന്നിട്ടുള്ള പണിയുടെ ഒരു ഭാഗം ഞാൻ കാണിച്ചതേ ഉള്ളൂ. എന്നിട്ട് എൻ്റെ പണി തുടരുകയാണ്. അതാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചതിൻ്റെ അർത്ഥം. ചിരിച്ചേ ഉള്ള നെത്തോലി പിന്നെ കുടൽ സഹിതം ഇങ്ങനെ ഊരി